ഹലോ എവ്രി വൺ. ഇന്ന് ഉച്ചയൂണിന് മാന്തൾ കൊണ്ട് വറുത്തരച്ച കറിയും ചെമ്മീൻ റോസ്റ്റുമാണ്. അപ്പോൾ അതിനിതാ നാളികേരം വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 ചെറിയ ഉള്ളി, കുറച്ച് ടർമറിക് പൗഡറും ആഡ് ചെയ്ത് വറുത്ത് തുടങ്ങുകയാണ് നമ്മുടെ മാന്തൾ കറി ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ചെമ്മീന് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് ഇങ്ങനെ പുരട്ടി വെക്കുകയാണ്. നാളികേരം ഇതാ അവിടെ വറുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഹോൾ പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടി ഒന്ന് ബ്രൗൺ ആക്കി കിട്ടുന്ന വരെ കരിയാതെ നോക്കുകയും വേണം. ഇവിടെ എൻ്റെ സ്കില്ലറ്റ് ഇതാ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പ്രോൺ റോസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നാളികേരമൊക്കെ ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ഞാൻ കൊറിയാൻഡർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഈ പച്ച മണമൊക്കെ മാറുന്നത് വരെ. അപ്പോൾ മീൻ കറി ഇങ്ങനെ വറുത്തരച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ആറിയ ശേഷം അരയ്ക്കണം. ഇപ്പോൾ ഞാനിവിടെ നാളികേരക്കൊത്താണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രോൺ റോസ്റ്റിന്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്, ഒരു 3/4 ടീസ്പൂൺ. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഈ പൗഡറിൻ്റെ പച്ചമണയ്ക്ക് മാറിയ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കരിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ചെമ്മീൻ തന്നെ വെള്ളം വരുമല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് നമുക്ക് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാം. നാളികേരം ഇതപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട്. ഇനി ഇതാ മീൻ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സി പാത്രത്തിൽ കഴുകിയെടുത്ത വെള്ളം തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളവും പിഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് കീറി ആഡ് ചെയ്യാം. അതുപോലെ ഇഞ്ചി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് നീളത്തിലാക്കിയത് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ മീൻ കറി തിളപ്പിച്ച് തുടങ്ങാം. അപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മാന്തളിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാന്തൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മാന്തൾ വറുത്താലും നല്ലതായിരിക്കും. ഞാനിന്നിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മാന്തൾ കറി ഉണ്ടാക്കുന്നത്. വേഗം വെന്തും കിട്ടും. മീൻ എപ്പോഴും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതുപോലെ ഇളക്കാൻ പാടില്ല, അല്ലെങ്കിൽ മീനൊക്കെ പൊട്ടിപ്പോവും. ഇടയ്ക്കിതാ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കാം നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മീനും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഉച്ചയൂണിൻ്റെ കറികളാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫൈനലി കരിവേപ്പിലയും വെളിച്ചെണ്ണയും ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ അസലായിട്ട് നമ്മുടെ വറുത്തരച്ച മാന്തൾ കറിയും റെഡി, ചെമ്മീൻ റോസ്റ്റും റെഡി. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.